വിളിച്ചായിരുന്നു കുഞ്ഞേ? ഇരിക്കേട്ടാ. ഓ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കേ. കരപ്പച്ചേട്ടാ, ഓ, ഇനിയിപ്പോൾ പലിശ പിരിക്കാനും വണ്ടി ഓടിക്കാനൊന്നും ഇവിടെ ഒരാളുടെ ആവശ്യമില്ലല്ലേ? അല്ല കുഞ്ഞേ, ഏലത്തിന് മുഴുവൻ മരുന്നെടുക്കുന്നത് ശെൽവനാണ്. അല്ല എന്നതാടാ മക്കളെ, ഈ കൊച്ചായെ വിളിക്കാതെ നേരത്തെ അങ്ങ് തുടങ്ങിയോ? ചേട്ടാ, ഇനി ഈ മരുന്നടിയൊന്നും വേണ്ട. ഓ, സെൽവനോട് ഇനി വരണ്ടെന്ന് പറഞ്ഞേര്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമല്ലോ. ആട്ടെ. ഇതങ്ങടി. അല്ല അറിയാപ്പിച്ചേട്ടാ, അപ്പം ഈ വിൽപ്പത്രം എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് വല്ല ധാരണയുണ്ടോ? ഓ കുഞ്ഞ്, അത് വക്കീലിൻ്റെ അടുത്താ. അങ്ങനെ മനുഷ്യന് ഉപകാരമുള്ള കാര്യം വല്ലതും ഉണ്ടേ പറ. പറഞ്ഞു വരുമ്പോൾ ചേട്ടായുടെ സ്വത്തിന് ഈ അനിയന് അവകാശം ഉണ്ടല്ലോ. എൻ്റെ പൊന്നു കൊച്ചായി, കൊച്ചായിക്ക് തരാനുള്ളതൊക്കെ നേരത്തെ തന്നല്ലേ. ഇനി ആദ്യം ഞങ്ങളുടെ പ്രശ്നങ്ങളും തീർക്കട്ടെ. ആഹാ, പോടാ നാറികളെ. തിന്നുവാണേ എല്ലാവരും ഒരുമിച്ച് അങ്ങ് തിന്നും. അല്ലേ ഒരുത്തനെ ഞാൻ തീറ്റിക്കുകയല്ല. ഒന്ന് നിർത്താവോ എൻ്റെ കൊച്ചായി? കൊച്ചായിക്കുള്ളത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ തരും. തന്നാ മതി. കൊച്ചായി തന്നെ ഇവിടെ. നമ്മുടെ കുടുംബത്തിൻ്റെ വിൽപ്പത്രം വായിക്കുമ്പോൾ കാരണവന്മാരില്ലാതെ എങ്ങനെയാടാ? ജോർജേ, ഇപ്പം തന്നെ വേണോ? റോയും കൂടെ വന്നിട്ട് പോരെ? വേണം വയ്ക്കില്ലേ. അവനുള്ളത് എന്നാന്ന് വെച്ചാൽ അപ്പം പറഞ്ഞതനുസരിച്ച് അങ്ങ് കൊടുത്താൽ പോരെ. ആ ശരി. ഫെബ്രുവരി മാസം 20 ഇടുക്കി ജില്ലയിൽ പീരിമേട് താലൂക്കിൽ കടുവപ്പാറ വില്ലേജിൽ ചെകുത്താമല. ആ മെയിൻ പോയിന്റ്സ് മാത്രം വായിച്ചാൽ പോരെ. സ്റ്റേഷനിൽ ചെന്നിട്ട് കുറച്ച് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. എനിക്ക് തലമുറകളായി കിട്ടിയതും ഞാനിപ്പോൾ കൈവശം വെച്ച് അനുഭവിക്കുന്നതുമായ, ഞാനിപ്പോൾ നിലവിൽ താമസിക്കുന്നതും 50 ഏക്കർ ഏലത്തോട്ടവും കവലയിലെ 10 കടകളും 10 ഏക്കർ കാപ്പിത്തോട്ടവും തുടങ്ങി എൻ്റെ പേരിൽ അവശേഷിക്കുന്ന ബാങ്ക് ബാലൻസ് അടക്കമുള്ള എൻ്റെ എല്ലാ സ്വത്തുവകകളും എൻ്റെ ഇളയ മകൻ റോയ് ഔസേപ്പ് എന്ന വ്യക്തിയിൽ മാത്രം ഞാൻ ഉടമസ്ഥപ്പെടുത്തുന്നു. എല്ലാം റോയിക്കാണോ? അതെന്നാ പരിപാടിയാ? ഇത് 8-10 വർഷം മുമ്പ് എഴുതിയവില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഔസേപ്പെണ്ണത്തിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞായിരുന്നു. സാധിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ എന്നേലും ചെയ്യാനാണ് റോയ്ക്ക് പറ്റത്തുള്ളൂ. ഞാനവനോട് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നതിന് റോയ്ക്ക് ഒരു വിരോധം ഉണ്ടാവില്ല. എല്ലാം കൂടെ അവൻ്റെ അണ്ണാക്കിലോട്ട് തള്ളി വെച്ചിട്ട് അപ്പനങ്ങ് പോയി. എനിക്കെന്നതാണ് സന്തോഷമായി. നിങ്ങളെക്കാളിലും മനസാക്ഷിയുള്ളവനവൻ. കോയിച്ചിന് സ്വത്ത് കിട്ടിക്കഴിഞ്ഞാലേ ഈ കൊച്ചായിക്കുള്ള എന്താണെന്ന് വെച്ചാൽ തരാതിരിക്കുകയല്ല. പാപ്പിച്ചായൻ്റെ വിഷമം അവനെ കറക്റ്റായിട്ട് അറിയുകയും ചെയ്യാം. നമ്മളിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ ചെറുക്കനെ കണ്ടുപിടിക്കാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. സ്വന്തം അനിയനെ കണ്ടുപിടിക്കാൻ പറ്റാതെ നീയൊക്കെ എന്നാ കോണത്തിലെ പോലീസുകാരനാടാ? കൊച്ചായിക്കെല്ലാം അവൻ തള്ളി തരുമെന്ന് പറഞ്ഞേ. കൊച്ചായി തന്നെ പോയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കൂടാ. ഉണ്ടാക്കും, ഞാനുണ്ടാക്കും. ഞാനേ കേസ് കൊടുക്കും, കേസ്. നീ മാത്രമല്ല ഇവിടെ പോലീസുകാരനായിട്ടുള്ളത്, കേട്ടോ? പോലീസുകാരൻ വന്നിട്ടുണ്ട്. ഇയാൾ കുഴപ്പമുണ്ടാക്കുക ചേട്ടായി. കൊടുക്കട്ടാ, കേസ് കൊടുക്കട്ടെ.
ചേട്ടാ എന്നാ വർത്താനം ഈ പറയുന്നത്? പിന്നെ അല്ലാണ്ട് എനിക്ക് കാശിന് ആവശ്യമുണ്ട് ജോർജെ. എനിക്ക് ഇതിൽ നിന്നൊരു 10 പൈസ കിട്ടണമെന്നുണ്ടെങ്കിലേ അവൻ മരിച്ചു എന്നറിയണം. ചേട്ടാ നമ്മൾ രണ്ടും പെടും. നമ്മളോ? ഞാനാരെയും കൊന്നിട്ടുമില്ല, കുഴിച്ചിടാൻ പറഞ്ഞിട്ടുമില്ല. അതൊക്കെ ചെയ്തവര് തന്നെ അങ്ങ് ഒറ്റ കയറ്റോണ്ടാ മതി. ഒരു വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഇച്ചായ എന്നാ എന്നാ പറ്റിയേ? ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്നാ പറ്റിയേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. ഭക്ഷണം എടുത്തു വെക്കട്ടെ? എനിക്ക് വേണ്ട, എനിക്കൊന്ന് കുളിക്കണം. നീ പോയി കഴിച്ചോ. ചെല്ല്. എന്നാ ഒന്നുമില്ല. എന്നതാ? എന്നാ ഇച്ചായ? ഒന്നുമില്ല. 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 എന്നാ പറ്റി? വല്ല ടെൻഷനുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ആ ബാങ്കിലെ കാര്യമാണെങ്കിൽ വിട്ടേര്, അത് ശരിയാവും. എന്നതാണേലും എന്നോട് പറ. ഞങ്ങൾക്ക് കയ്യബദ്ധം പറ്റി. സോറി. സാറേ, റോയിയുടെ ബൈക്കിന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ.
നീ എന്നെ ഇവിടെ? സാറേ റോയ് എടി കൊച്ചേ കുറെ നേരമായി. നീ അവന്റെ ഭാര്യ ഒന്നുമല്ലല്ലോ. ചേച്ചി, മോളെ, അവനെൻ്റെ അനിയനാ. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ CDR ചെക്ക് ചെയ്തപ്പോൾ അവസാനം വിളിച്ചിരിക്കുന്നത് നീയാ. മോളിപ്പോൾ ചെല്ല്. എന്തെങ്കിലും വിവരം കിട്ടി ഞാൻ അറിയിക്കാം. ചെല്ല്. റോയി എവിടെയാടാ? എനിക്കറിയത്തില്ല സാറേ. അറിയത്തില്ലേ? നിന്നോട് പറയാതെ അവനെങ്ങും പോകത്തില്ലല്ലോ. നിങ്ങൾ തമ്മിൽ എന്നാടാ കാശിൻ്റെ ഇടപാട്? കാശിൻ്റെ ഇടപാടൊന്നുമില്ല സാറേ. നീ എന്നാ അവനെ അവസാനം കണ്ടേ? അവൻ കുറച്ച് ദിവസം മുമ്പേ എനിക്ക് കുറച്ച് ഏലം വിൽക്കാൻ തന്നായിരുന്നു. അത് വിറ്റ് ഞാൻ കാശ് കൊടുത്തായിരുന്നു. അന്നാ ലാസ്റ്റ് കണ്ടേ. ഏലം എവിടെ നിന്നു വല്ലതും പറഞ്ഞോ അവൻ? തറവാട്ടിൽ നിന്നാന്നാ പറഞ്ഞു. തൽക്കാലം നീ ഇപ്പോൾ വയ്ക്കോ. എന്നിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ആ സമയത്തോടെ ഉണ്ടാവണം, കേട്ടല്ലോ? സിജോ, ഒന്ന് സൈൻ ചെയ്ത് മേടിച്ചേ. Come in. ഗുഡ് മോർണിംഗ് സർ. Please sit. താങ്ക് യു സർ. അപ്പൻ മരിച്ചതറിഞ്ഞു. My condolences. സർ. അപ്പോൾ തൻ്റെ അനിയൻ്റെ കാര്യം എന്തായി? എനി ന്യൂസ്? അന്വേഷിക്കുന്നുണ്ട് സർ. ജോർജ്, എനിക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. പരാതിക്കാരൻ തൻ്റെ ഫാദറിൻ്റെ അനിയൻ തന്നെയാണ്. ഓ, ഡോണ്ട് വറി, നിങ്ങളെപ്പോലെയുള്ള വലിയ ഫാമിലീസിൽ ഇതൊക്കെ സാധാരണമാണ്. സ്വത്ത് കൂടിപ്പോയാലും ഇതാ കുഴപ്പം. സോ ഞാനൊരു പുതിയ ടീമിനെ അസൈൻ ചെയ്യുന്നുണ്ട്. അവർ നോക്കട്ടെ. എന്താണ് സാർ ഇത്? എൻ്റെ അനിയൻ മിസ്സായ ഞാൻ അന്വേഷിക്കുകയല്ലേ? That's okay. But you investigating your own brother's disappearance? That's against protocol. സർ. പുതിയ ടീം അന്വേഷിക്കട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് വെറുതെ പുലിവാലെ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ സർ. ക്യാരി ഓൺ. സർ. പറ്റിക്കല്ലേ? ഉറപ്പല്ലേ? ശരി, അടുത്തോണം വരുമ്പോൾ എന്തായാലും കൊണ്ടുവരാം. ശരി ആൻറ്റി. ശരി ആൻറ്റി. ഒന്നല്ലോ. നിനക്ക് ഇന്ന് തന്നെ പോകണോ? ഓ, അതെങ്ങനെ അയച്ചു? അപ്പന് പോകണമെന്നും പറഞ്ഞ് നിൽക്കുമല്ലേ? ഞാനങ്ങ് പോയേക്കോടാ. കല്യാണം എങ്ങടത്തില്ലേ, കുറേ പരിപാടികളുണ്ട്. കൊച്ചായി എന്നാ പണിയാ കാണിച്ചേ? എന്നാടാ? എന്തിനാ SP കൊണ്ട് പരാതി കൊടുത്തേ? നമ്മുടെ ചെറുക്കനെ കണ്ടുപിടിക്കണ്ടായോ ജോർജ്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട കൊച്ചേ. ഇതിപ്പോൾ എൻ്റെ ആവശ്യമായി പോയില്ലേ. എടാ, നീ എനിക്ക് കുറേ കാശ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് വല്ല നടപടി ഉണ്ടായോ? ഇല്ലല്ലോ. ദേ, മൈക്കിളിന് കുഴപ്പമില്ല, പിന്നെ നിനക്കെന്നാടാ ഇത്ര സൂക്കേട്? പാടി കൊച്ചേ, പോയേക്കാം. ഇപ്പം പോയാൽ ലാസ്റ്റ് ബസ് പിടിക്കാം. എനിക്കിട്ടുണ്ടാക്കാം. പെട്ടെന്ന് വാ കൊച്ചേ. ഒന്ന് വന്നേ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ചെറ്റത്തരം കാണിക്കല്ലേ. കേസ് കൊടുത്ത് എന്നെ അങ്ങ് ഉണ്ടാക്കാന്നാണോ വിചാരിച്ചേ?
ഞാൻ പെട്ട ആ കയറിൻ്റെ മറ്റേറ്റത്ത് താനും ഉണ്ടാവും. നീ എന്നെ ഒരു ഉണ്ടാക്കിയാല നിയമമൊക്കെ എനിക്കും അറിയാടാ. കൂടിപ്പോയ ഒരു മാപ്പ് സാക്ഷി. പിടിവിട്ട് നിൽക്കുക ഞാൻ. ചേട്ടനാണെന്ന് നോക്കുകയില്ല, പറഞ്ഞേക്കാം. നീ എന്നെയും കൂടി അങ്ങ് കൊല്ലടാ, പിന്നെ നിനക്ക് ഒറ്റയ്ക്ക് അങ്ങ് ആകാമല്ലോ. സർവീസിൽ ഇപ്പോൾ എത്ര വർഷമായിടോ? 11 വർഷം. ഓ, ക്രൈമിൽ? അത് 2 വർഷം. പറയൂ തന്നെയാ, എൻ്റെ എന്ത് ഹെൽപ്പാണ് എനിക്ക് വേണ്ടേ? റോയി ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് ട്രാവലിംഗ് ഒക്കെ ഉള്ള ആളാണെന്ന് ഞാൻ കേട്ടു. അതവൻ ഈ സർവേ എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എപ്പോൾ തിരിച്ചു വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആയത്. ഓ, സാറിൻ്റെ കേസ് ഫയൽ ഞാൻ വായിച്ചായിരുന്നു. റോയി എന്നാണ് അവസാനമായിട്ട് കണ്ടത്? ജൂലൈ 8-ാം തീയതി. എന്തിനാ അന്ന് കണ്ടത്? അല്ല, അതെല്ലാം ആ ഫയലിനകത്തുണ്ടല്ലോ. ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ സാർ. ശരിയെന്നാ, വരട്ടെ. ഓക്കെ തന്നെ, താങ്ക് യു. ധന്യ, ഐ ഹോപ്പ് യു വിൽ ഡു യുവർ ബെസ്റ്റ്. ഷുവർ സാർ. പ്ലേറ്റിങ് കാണിച്ചേ. ഇച്ചായ, ഉച്ചയ്ക്ക് മിനി വിളിച്ചായിരുന്നു. അമ്മച്ചിക്ക് തീരെ സുഖമില്ലാന്ന്. അതിന് നമുക്ക് അങ്ങോട്ടൊന്ന് പോകണ്ടേ? നിനക്ക് പോണേ പൊക്കോ, ഞാനും വരുന്നില്ല.